പ്രത്യേകിച്ച് പ്രവാസികളായ സമസ്തയിലുള്ള സഹോദരങ്ങളോട് പറയാനുള്ളത്, നോക്കൂ, നിങ്ങളുടെ കുടുംബത്തെ പോറ്റാൻ വേണ്ടി ഗൾഫ് രാജ്യങ്ങളിൽ നിങ്ങൾ പോകാറില്ലേ? പ്രത്യേകിച്ച് സൗദി അറേബ്യയിൽ പോകാറുണ്ട്, അല്ലെ, UAE പോകാറുണ്ട്, ഖത്തറിൽ പോകാറുണ്ട്, കുവൈത്തിൽ പോകാറുണ്ട്. ഇങ്ങനെ GCC ഒക്കെ നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ ഭൗതിക ആവശ്യത്തിന് വേണ്ടി കുടുംബത്തെ പോറ്റാൻ പോകണം, നല്ലത് തന്നെയാണ്. ഈ പോകുമ്പോൾ നമ്മുടെ ആയുസ്സിൽ നിന്ന് ചിലപ്പോൾ 30-40 വർഷം ദുനിയാവിന്റെ കാര്യം നേടാൻ വേണ്ടി നിങ്ങൾ അവിടെ ചെലവഴിക്കുമ്പോൾ, സഹോദരങ്ങളെ, ആഴ്ചയിൽ 1 മണിക്കൂറെങ്കിലും അള്ളാന്റെ ദീനിനെ കുറിച്ച് അവിടെ നിങ്ങൾ അന്വേഷിക്കാൻ തയ്യാറാകും. നോക്കൂ, ഇവിടെ നാട്ടിൽ ഒരുപാട് തർക്കമുണ്ടല്ലോ. ഇവിടുത്തെ സമസ്തയിലുള്ള ആളുകളും അതുപോലെ തന്നെ ഇവിടുത്തെ സലഫികളും തമ്മിലുള്ള തർക്കത്തിലുള്ള വിഷയം നിങ്ങൾ സൗദി അറേബ്യയിൽ അവിടെ നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഓരോ ബാങ്ക് വിളി കേൾക്കുമ്പോൾ പള്ളിയിലേക്ക് പോകാറുണ്ട്. ആ പോകുന്ന സമയത്ത് നമസ്കാര ശേഷം അവിടെ കൂട്ടുപ്രാർത്ഥന കാണാറില്ല, അല്ലെ, സുബഹി ജമാഅത്തിൽ പോയാൽ അവിടെ കുനൂത്ത് കാണാറില്ല. ഇങ്ങനെ ഇവിടെ സലഫികൾ നാട്ടിൽ എന്തൊക്കെയാണോ പറയുന്നത് അതേ രൂപത്തിലാണ് ഗൾഫ് രാജ്യത്തിൽ കാണുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ചിന്തിച്ചേക്കാം, എന്തേ നാട്ടിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണുന്നു, ഇവിടെ ഇല്ല? നമുക്കൊരു സംശയം വരുന്നുണ്ടല്ലോ. ഒന്ന്, അവിടെയുള്ള ഖത്തീബന്മാരോട്, അവിടെയുള്ള മുദരിസുമാരോട്, അവിടെയുള്ള ആലിമീങ്ങളോട് നിങ്ങളൊന്ന് രഹസ്യമായി അന്വേഷിച്ചു നോക്കൂ. അവർ പറയുന്നത് അപ്പടി വിഴുങ്ങണമെന്നില്ല, അപ്പടി സ്വീകരിക്കണമെന്നില്ല. പഠന വിധേയമാക്കാൻ വേണ്ടി ഗൾഫിലുള്ള പണ്ഡിതന്മാരോട് നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ തൊട്ടടുത്ത് പള്ളി ഉണ്ടാകും, അവിടെ ഒരുപാട് ആലിമീങ്ങൾ ഉണ്ടാകും, ഖത്തീബന്മാരുണ്ടാകും, ഇമാമുമാരോട് നിങ്ങളൊന്ന് പോയി അന്വേഷിച്ച് നോക്കിയാൽ സത്യാവസ്ഥ നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഹക്ക് എനിക്ക് മനസ്സിലാകണം എന്ന നിയത്തോടെ നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ. അവിടെ ഒരിക്കലും ജാറമില്ല, അല്ലെ, ജാറമില്ല, അവിടെ ഉറൂസില്ല, അവിടെ ഇശാ മഗ്രിബിനിടയിൽ പള്ളിയിൽ ഹദ്ദാദില്ല, റാത്തീബില്ല, ഖുതുബിയ്യത്തില്ല, ഇത്തരത്തിലുള്ള ഒരു കാര്യം അവിടെ ഇല്ലല്ലോ. എന്നാൽ 5 വക്ത് നമസ്കാരമുണ്ട്, അല്ലെ, ഹജ്ജുണ്ട്, അതുപോലെ സക്കാത്തുണ്ട്, ഇങ്ങനെ ഈമാനിലും ഇസ്ലാമിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ നമ്മുടെ നാട്ടിലുള്ള പലതും അവിടെ ഇല്ല. ഒന്ന് അന്വേഷിക്കൂ. ഞാനൊന്നും പറയുന്നില്ല അത് ശരിയാണ് ഇത് ശരിയാണ്, നിങ്ങൾക്ക് അന്വേഷിക്കാൻ വേണ്ടി വിഷയം വിടാൻ. അന്വേഷിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് ഹക്ക് ബോധ്യപ്പെടും. അവിടെയുള്ള ആലിമീങ്ങൾ പറഞ്ഞു തരും, ഇതൊന്നും അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചു തന്നതല്ല. കെട്ടി ഉയർത്തിയ ജാറത്തെ പൊളിച്ചു നീക്കാനാണ് അള്ളാന്റെ റസൂലിന്റെ കൽപ്പന. പിന്നെ എങ്ങനെയാണ് അതൊരു ഇബാദത്തായി കൊണ്ടുവരിക? നമ്മുടെ നാട്ടിൽ എത്ര പള്ളികളിലാണ് ജാറമുള്ളത്? അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവിടെ എന്ന് അള്ളാന്റെ റസൂലിനെ നമ്മുടെ നാട്ടിലുള്ള സമസ്ത പള്ളിയിൽ വിളിച്ച് തേടുന്നില്ലേ? എന്തുകൊണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ അതില്ല? പഠിപ്പ് സഹോദരങ്ങളെ, അവിടെ സ്ത്രീകൾ ഖുത്ബ ശ്രമിക്കാൻ വേണ്ടി പള്ളിയിൽ വരാറുണ്ട്. എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ വരുന്നില്ല? അന്വേഷിച്ചു നോക്കൂ, പഠിച്ചു നോക്കൂ. സഹാബ വനിതകൾ പള്ളിയിൽ വന്നിട്ടുണ്ട്. ഇങ്ങനെ ഓരോ വിഷയത്തിലും നിങ്ങളുടെ ഭൗതിക കാര്യത്തിൽ ശ്രദ്ധിക്കുമ്പോൾ ഒരു 30-40 വർഷക്കാലം നിങ്ങൾ ദുനിയാവിന് വേണ്ടി അധ്വാനിക്കുമ്പോൾ 1 മണിക്കൂറെങ്കിലും ആഴ്ചയിൽ പരലോകത്തിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ നിങ്ങളുടെ ഗൾഫ് ജീവിതം, നിങ്ങളുടെ പ്രവാസ ജീവിതം നിങ്ങൾക്ക് ഉപകരിക്കണം. എങ്കിൽ പരലോകത്ത് നിങ്ങൾക്കത് ഏറ്റവും വലിയ നേട്ടമായിരിക്കും, സത്യത്തിൽ എത്താൻ അത് കാരണമായിരിക്കും.